ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി. നമുക്ക് ആ വണ്ടിയുടെ പുകയുടെ കംപ്ലയിൻറ്റ്, ഓയിൽ കത്തി ലെവൽ കുറയണ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം നമ്മളതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിലിണ്ടർ കിറ്റൊക്കെ മാറ്റി വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റിലത്തെ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടി സെറ്റ് ചെയ്യണേക്കാൾ മുമ്പ് അതിൻ്റെ കറക്റ്റ് മാറ്റുന്ന പാർട്സുകൾ ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നിലവിൽ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ജനറലായിട്ടുള്ള സർവീസും കൂടി കൂട്ടത്തികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി സെൽഫ് വർക്കിംഗ് അല്ല, നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഉണ്ട്. വണ്ടി 2021 വെച്ചാണ് ബാറ്ററിയാണ്. 2021 ബാറ്ററിയാണ് വണ്ടി ഇരിക്കണേ. നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും, പക്ഷേ സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് കാണിക്കുമ്പോൾ 12 കാണിക്കുന്നുണ്ട്, ലോഡ് കൊടുക്കുമ്പോൾ 4 വോൾട്ട് 3 വോൾട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ. പിന്നെ കാർബറേറ്റർ അസംബ്ലി വണ്ടി ഉപയോഗിക്കാതെ ഇരുന്നിട്ട് കാർബറേറ്റർ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിലവിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. കാർബറേറ്റർ പെട്രോൾ കിടന്ന് മെൽറ്റായിട്ട് കാർബറേറ്റർ ഓൾറെഡി കംപ്ലയിൻറ്റിലേക്ക് ആയിട്ടുണ്ട്. സാധാരണ അങ്ങനെ വരുമ്പോൾ കംപ്ലയിൻറ്റ് വന്നത് 2-3 രീതിയിലാണ്. ഒന്ന്, വണ്ടി ഓട്ടത്തിൽ തന്നെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും, അല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ കാണിക്കും. അപ്പോൾ നിലവിൽ ഫ്ലോട്ട് വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടായതുകൊണ്ട് ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കുന്നില്ല. പക്ഷേ വണ്ടി ട്യൂണിങ് കറക്റ്റായിട്ട് കിട്ടില്ല, കാർബറേറ്റർ ട്യൂണിങ് കറക്റ്റായിട്ട് കിട്ടില്ല, കറക്റ്റായിട്ട് റേസിങ്ങിലേക്ക് വരുന്നില്ല. അങ്ങനത്തെ പ്രോബ്ലംസ് കാർബറേറ്ററിനുണ്ട്. അപ്പോൾ കാർബറേറ്റർ അസംബ്ലിയുടെ കേസ് നമുക്ക് സ്മൂത്ത് റൈഡിങ്, കംഫർട്ടായിട്ടുള്ള റൈഡിങ്ങാണ് ആവശ്യം. അപ്പോൾ അത് ഈ കാർബറേറ്റർ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ട്യൂണിങ് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അഴിച്ചിട്ടുള്ള കാർബറേറ്ററിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ആക്കിയിട്ട് ഇടാം. അപ്പോൾ അത് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി കാർബറേറ്റർ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. പിന്നെ ഫോർക്ക് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം. ഞാനിപ്പോൾ നിലവിൽ അയക്കണ എമൗണ്ട് പറയാം. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട 3 വർക്കുകളാണ്. ഒന്ന്, കാർബറേറ്ററിൻ്റെ കേസ് ഒരു തീരുമാനമാവണം. ഇത് കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കേണ്ടി വരും. സെൽഫ് അടിക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കേസ് റെഡിയാക്കണം. അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കേസ് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷനും എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടി പറയുകയാണെങ്കിൽ ഞാൻ അത്രയും വർക്കിൻ്റെയും കൂടി അഡീഷണൽ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ അത്രയും ഭാഗങ്ങൾ നിലവിൽ വണ്ടിക്ക് വർക്കുകൾ ഉണ്ട്, നിലവിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കാർബറേറ്റർ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്ത് തന്നെ പറ്റുള്ളൂ. കാരണം എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് വണ്ടി നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ റൈസിങ് കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഒരു ചെറിയൊരു മിസ്സിങ് ഒക്കെ കാണിച്ചിട്ട് വണ്ടി കയറി വരുള്ളൂ. പിന്നെ രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഈ കാർബറേറ്റർ ഇരുന്ന് കംപ്ലയിൻറ്റ് വന്നതാണ്. ഉപയോഗം കുറവുള്ള വണ്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ബാക്കിത്തെ വർക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കനുസരിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ.